ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജനനായകൻ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. തളപതി വിജയ് എന്ന ജോസഫ് വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒട്ടേറെ സെൻസറിംഗ് പ്രശ്നങ്ങളും നിരവധി കേസുകളും അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളും ഒക്കെ നേരിട്ട് ഇതിനിടയിൽ ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ ചിത്രത്തിന്റെ പ്രിന്റ് വ്യാപകമായി ലീക്കാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അനവധി വൈതരണികളൊക്കെ തരണം ചെയ്ത് ഇന്ന് സിനിമ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. KVN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഈ സിനിമയിൽ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വാസുദേവ മേനോൻ, പ്രകാശ് രാജ്, നരേൻ, പ്രിയാമണി, നാസർ, സുനിൽ, റീബ മോണിക്ക ജോൺ, രേവതി, ശ്രീനാഥ്, TJ അരുണാചലം, നിഴൽകൾ രവി എന്നിങ്ങനെ വളരെ മികച്ച താരനിരയാണ് അണിനിരന്നിരിക്കുന്നത്. സത്യൻ സൂര്യൻ ഛായാഗ്രഹണവും പ്രദീപ് രാഘവ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അനിരുദ്ധ് രവിചന്ദ്രാണ്. കേരളത്തിൽ രാവിലെ 6 മണിക്ക് ആദ്യ പ്രദർശനം ആരംഭിച്ച ഈ സിനിമയ്ക്ക് 183 മിനിറ്റാണ് ദൈർഘ്യം, അതായത് 3 മണിക്കൂർ 3 മിനിറ്റ്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട പ്രീസെയിലേക്ക് വന്നാൽ കേരളത്തിൽ 3,44,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ 16,14,00,000 രൂപയും കർണാടകയിൽ 8,21,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. തെലങ്കാനയിൽ 1,24,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്രാപ്രദേശിൽ കളക്ട് ചെയ്തത് 1,10,00,000 രൂപയാണ്. നോർത്ത് ഇന്ത്യയിൽ കളക്ട് ചെയ്ത 1,88,00,000 ഉൾപ്പെടെ ഇന്ത്യൻ ഓപ്പണിംഗ് പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 32,01,00,000 രൂപയാണ്. വിദേശത്ത് $27.01 മില്യൺ, അതായത് 26,08,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രീസെയിലായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 58,09,00,000 രൂപയാണ്. സിനിമയ്ക്ക് 4 ദിവസത്തെ അതായത് വീക്കെൻഡ് പ്രീസെയിലായി ലഭിച്ചിരിക്കുന്നത് 82,30,00,000 രൂപയുമാണ്. സിനിമയ്ക്ക് നിലവിൽ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 30,000, 32,000, 35,000 ടിക്കറ്റുകൾ വരെയാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്താണ് സിനിമയെക്കുറിച്ചുള്ള ആദ്യ പ്രദർശനത്തിന് ശേഷമുള്ള അഭിപ്രായഗതി എന്ന് ചോദിച്ചാൽ, വിജയ് എന്ന നടന്റെ പെർഫോമൻസും അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ സിനിമകളോടും പ്രേക്ഷകർക്കുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഒരു പ്രത്യേക മമത, ആരാധന, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ വൻ വിജയം നേടിയെടുക്കുന്നതും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2ഇടത്തും വിജയിച്ച് ഒടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേർന്നതും. ഇനി പ്രധാനമായും നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ സിനിമ, അതായത് 250-300 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഓപ്പണിംഗായി എത്ര കളക്ഷൻ നേടിയെടുക്കുന്നു, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെ പോകുന്നു, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വമ്പം വിജയം നേടിയെടുക്കുമോ, ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കുമോ എന്നുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. ഇന്ന് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് എത്ര കോടി നേടിയെടുക്കും എന്ന് ഇന്ന് വൈകിട്ടോടെ പുറത്തു വരുന്നതാണ്. ജനനായകൻ എന്ന സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.